സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ ഇവിടെ താമസിക്കുമെന്നൊക്കെ പറഞ്ഞ് ധനിപ്പിച്ചിരിക്കുന്ന ധനലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട് അമ്മായിമാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. വരുൺ വന്നാൽ നമ്മളെ ഇറക്കി വിടുമോ, കൺമണിയെ ഇറക്കി വിട്ട പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടുന്നുണ്ട് കേട്ടോ ഭാമ. അതൊന്നും ഉണ്ടാകില്ല ഭാമേച്ചി, വരുൺ നമ്മളെ ഇറക്കി വിടാൻ നമ്മൾ അവനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഭാമേച്ചി എന്നും സുലോചനയും പറയുന്നുണ്ട്. എന്താണ് അവൻ നമ്മളോട് കാണിക്കുകയെന്ന് ആർക്കറിയാം. എന്തായാലും ഉടനെ എന്തെങ്കിലും സംഭവിക്കും, അതെന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാമെന്ന് പറയുന്നുണ്ട് ശാന്തയും. കൺമണിയാണെങ്കിൽ കഴിഞ്ഞതിനെ പറ്റിയൊക്കെ ഓർത്തിരിക്കുമ്പോൾ കൃഷിൻ്റെ ഫോൺ വരികയാണ് കേട്ടോ. അത് കണ്ടിട്ടും കലിപ്പോടെ തന്നെ ഇരിക്കുന്നുണ്ട് കൺമണി. കൃഷാണെങ്കിൽ അമ്പലത്തിൽ നിന്നും തിരിച്ചു വരികയാണ് കേട്ടോ വീട്ടിലേക്ക്. കൃഷ്ണനെ കണ്ട ആൻറ്റിയമ്മ, നീ എവിടെ പോയിരുന്നു, മാനസ വന്നു നിന്നെ കാണാതെ നിരാശയോടെ തിരിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം എന്താ ആൻറ്റിയമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, എൻ്റെ മനസ്സിലുള്ളതൊക്കെ ഞാൻ ആൻറ്റിയമ്മയോട് പറഞ്ഞതല്ലേ, ആൻറ്റിയമ്മ അത് അച്ഛനോടും അമ്മയോടും പറഞ്ഞ് എല്ലാം ശരിയാക്കാമെന്ന് വാക്ക് തന്നതല്ലേ എന്ന് കൃഷി ചോദിക്കുന്നുണ്ട്. മോനൂട്ട, നീ ഒരു പാവം പെണ്ണിനെ ചതിക്കരുത്, അതിനൊന്നും കൂട്ടു നിൽക്കാനായിട്ട് എന്നെ കിട്ടില്ല, നീ മാനസയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ആൻറ്റിയമ്മ പറയുമ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കൂ എന്ന് തന്നെ തീർത്ത് പറയുകയാണ് കേട്ടോ കൃഷ്. ഞാൻ കൺമണിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, അത് മാറ്റി പറയാനൊന്നും പറ്റില്ല എന്നും കൃഷി പറയുന്നുണ്ട്. ഇത് കേട്ട് കലിയോടെ കൃഷ്ണൻ്റെ കവിളിനിട്ട് തല്ലുകയാണ് കേട്ടോ ആൻറ്റിയമ്മ. നന്ദികേടും ചതിയും കാണിച്ചതിന് നിന്നെയും കൊല്ലേണ്ടതാണെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് അവർ കലിയോടുകൂടി. ഈ സുഭദ്ര ജീവിച്ചിരിക്കുന്ന കാലത്തോളം നീ മാനസയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് ആകെ തകർന്ന് നിൽക്കുകയാണ് കേട്ടോ കൃഷ്. ശേഷം കൃഷ് മഹിയെ വിളിക്കുന്നുണ്ട്, മഹിയോട് അക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൃഷ്. മഹി കൃഷിനെ ആശ്വസിപ്പിക്കുകയാണ്. ഇതേ സമയം നീ എന്തായാലും കൺമണിയെ ഒന്ന് കാണുക, അപ്പം നിനക്ക് കുറച്ച് ആശ്വാസം കിട്ടും. കൺമണി എന്നോട് അകന്നു നിൽക്കുമല്ലേ എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല, നീ എന്തായാലും കണ്ടു നോക്ക്, നീ ചെന്ന് കാല് പിടിക്കണ പോലെ സംസാരിച്ചാൽ അവളുടെ പിണക്കം മാറാവുന്നതല്ലേ ഉള്ളൂ. അവളെ ഓഫീസിലെ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്, വരുൺ അവളെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു, പാവം ഒരു ഗത്യന്തരമില്ലാതെ ഇവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മഹി കൃഷിനോട്. ഇത് കേട്ട് അതെയോ, മഹി കൺമണി അവിടെയാണോ താമസിക്കുന്നത്, എന്തായാലും ഞാൻ ഇപ്പം തന്നെ അവളെ ചെന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് കൃഷി അവിടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ വാതിൽ മുട്ടുകേട്ട് കൺമണി വാതിൽ തുറക്കണം, പെട്ടെന്ന് കൃഷി അവളുടെ ദേഹത്തേക്ക് വന്ന് വീഴലും ഒരുമിച്ച് കഴിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൺമണി വീഴാൻ പോകുമ്പോൾ കൃഷി അവളെ താങ്ങി പിടിക്കുകയാണ്. അങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് കേട്ടോ കൺമണിയും കൃഷും.